പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് മണ്ണുവാരിയിടുമ്പോ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഞാനും നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗമെന്തെന്നറിയുമോ? തമാശയല്ല ചെറുപ്പക്കാരാ, തമാശയല്ല പെങ്ങളേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട്, പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവ്വ കബറാളികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിക്കാട്ടിലെ സർവ്വ കബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ. ചെറുപ്പക്കാരാ, ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവനല്ലേ, ഒരുപാട് പേരുടെ ജനാസ ഞാനും നിങ്ങളും കൊണ്ടുപോയി കബറടക്കിയവരല്ലേ. നിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കിൽ അവനെ വിളിക്കുന്നു, എടാ വൃത്തികെട്ടവരെ, എടീ വൃത്തികെട്ടവരെ, എടാ നശിച്ചു പോയവരെ. അല്ലാഹുവേ, നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ മുഴുവനും അവിടുന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ ശപിക്കുകയാ. എന്തിനാണ് ശപിക്കുന്നതെന്നറിയുമോ? അവര് ചോദിക്കുന്നു, എടാ നീയല്ലേടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, നീയല്ലേ എന്റെ ജനാസ പൊതിഞ്ഞത്, നീയല്ലേ കബറിന്റെ അകത്തിന്റെ ജനാസ ഇറക്കി വെച്ചത്, എനിക്ക് കബറ് വെട്ടിയത് നീയായിരുന്നില്ലേടാ. എടാ, എനിക്ക് തൗബ ചെയ്യാ സമയം കിട്ടിയില്ല, എനിക്ക് അല്ലാഹുവോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റുപറയാ സമയം കിട്ടിയില്ല. നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ, ഒരുപാട് ചാൻസ് തന്നല്ലോ. എടാ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതിയായിരുന്നല്ലോ, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ, നീ ഒരു തൗബ ചെയ്യാതെ മരിച്ചു പോയല്ലോടാ. നിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. തൗബ ചെയ്തിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മജ്ലിസിനോട് ഓടിയ സദസ്സാർ അല്ലാഹുവേ, ഈ സദസ്സിന്റെ അവസാനം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് പിരിയാ. ഈ സദസ്സിൽ നിന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി മരണപ്പെട്ട ആ മനുഷ്യന്റെ ജനാസ നാളെ കുറ്റിത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള കബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷമോ, അവർക്ക് വല്ലാത്ത സന്തോഷമോ, നാളെ ഉത്സവമാണ്. ചെറുപ്പക്കാരോ, തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ കബറാളികൾക്ക് വല്ലാത്ത സന്തോഷമാ. എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ യർഫഉല്ലാഹു അദാബ മിൻ മഖാബിരിൽ മുസ്ലിമീന 40. പടച്ചവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയവര് തെറ്റുണ്ടല്ലോ. അല്ലാഹുവേ, ഞാനൊരു തെറ്റ് ചെയ്തു തമ്പുരാനെ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞോ നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന 40 കബറാളികൾക്ക് നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. നിന്റെ മഹത്വം കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർ പോലും, നിന്റെ കബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇന്ന് തൗബ ചെയ്യാതെ പിരിയല്ലേ പൊന്നുമോരെ. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ
ഏറ്റുപറഞ്ഞിട്ട് പിരിഞ്ഞുപോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കിലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തെല്ലാ പാപങ്ങൾ ചെയ്ത പൊന്നുമോള്, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവളല്ലേ, എവിടെ കൊണ്ട് കഴുകിക്കളയാറോ. അതുകൊണ്ട് പെങ്ങളെ തൗബ ചെയ്യാതെ പിരിയാ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു ജനാസ കബറിന്റെ അകത്തിറക്കി വെക്കുമ്പോ ആ കബറിന്റെ ചാരത്തുള്ളവർ മുഴുവനും ആ മയ്യത്തിനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ